ഞങ്ങളപ്പോൾ ചാറ്റ് ജി പി ടിയിൽ നമ്മുടെ കയ്യിലുള്ള മെറ്റീരിയൽസും ടാങ്കും എല്ലാം കൂടെ ചാറ്റ് ജി പി ടിയിൽ അയച്ചു കൊടുത്ത് ഒരു മോഡൽ കിട്ടി. അപ്പോൾ അത് നമ്മൾ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുമായിരുന്നു. എനിക്കും നന്ദനയ്ക്കും ആ ഡിസൈൻ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ബാക്കി ആർക്കും അത് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ അതിനെപ്പറ്റിയുള്ള ചർച്ചയാണ് നടക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് പല്ലവ അവൻ്റെ സാമ്പിൾസ് എല്ലാം കൊണ്ടുപോയി വെക്കുന്നത് എൻ്റെ ക്യാമറയുടെ മുന്നിലാണ്. അതിൻ്റെ ഇടയ്ക്ക് അവൻ പറയുന്നുണ്ട് എടുത്തുകൊണ്ട് മാറ്റുന്നുണ്ടോ ഇല്ല, ഞാൻ എടുത്ത് വലിച്ചെറിയും ഫോണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം നമ്മൾ ഗാഢമായ ചർച്ചയിലാണ്. കുറേ നേരമായിട്ട് ചർച്ചകൾ നടപ്പുണ്ട്, പ്രത്യേകിച്ചൊന്നും കാര്യമായിട്ടൊന്നും മുന്നോട്ട് പോകുന്നില്ല. അപ്പോൾ നമ്മുടെ പിള്ളേർ എല്ലാം ഫുൾ സപ്പോർട്ടാട്ടോ, നല്ല രസമാണ് ക്ലാസ്സിലൊക്കെ. ഈ കൊച്ചു വന്ന് പറയുന്നതെന്നു വെച്ചാൽ ഉള്ളതിൽ ഏറ്റവും ഇളയത് ഞാനാന്നൊക്കെയാണ് പറയുന്നത്. ഇത് നമ്മുടെ ജൂനിയറാണ് ശ്രീറാം. പിള്ളേരെല്ലാം നമ്മുടെ കൂടെ തന്നെ ഉണ്ട് കേട്ടോ, ഫസ്റ്റ് ഇയേഴ്സ് പിള്ളേരും എല്ലാം. ഇവരാണ് ഷമീം. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അക്വേറിയം ഷോപ്പിൽ ഒരാൾ പോയിട്ടുണ്ടെന്ന്. അപ്പോൾ അവൻ പോയി എല്ലാം സെറ്റ് ചെയ്ത് മേടിച്ചുകൊണ്ട് വന്നു. അപ്പോൾ അവനെ നമ്മൾ ഡിസൈൻ എല്ലാം ഒന്ന് കാണിച്ചു കൊടുക്കുമായിരുന്നു എങ്ങനെയുണ്ടെന്നൊക്കെ. അപ്പോൾ അവനും ഇഷ്ടപ്പെട്ടില്ല, അവനും അത് കൊള്ളത്തില്ല എന്ന് പറഞ്ഞ് റിജക്റ്റ് ചെയ്തു. അപ്പം ഞങ്ങൾ ഓരോ പരിപാടി തുടങ്ങും. അപ്പം നമ്മുടെ അക്വേറിയം ഒന്നും കൂടെ ഒന്ന് കഴുകി എന്നാൽ എല്ലാം കൂടെ സെറ്റ് ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളത് ടാപ്പിൻ്റെ അവിടെ കൊണ്ടുപോയി കഴുകി വൃത്തിയാക്കി കൊണ്ടുവരുവാണ്. അത് കഴിഞ്ഞിട്ട് സോയിൽ അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം കഴുകി നമ്മൾ പയ്യെ ഓരോന്ന് അറേഞ്ച് ചെയ്ത് തുടങ്ങണം. കാരണം നമുക്ക് സമയമില്ല, ഉച്ച കഴിഞ്ഞിട്ട് നമുക്ക് പ്രാക്ടിക്കൽ ചെയ്യാനായിട്ട് ഒരുപാടുണ്ട്. അതുകൊണ്ട് നമ്മൾ വേഗം കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ ഒരു ലെയർ എന്നുള്ള രീതിക്ക് ബ്ലാക്ക് സോയിൽ വെച്ച് സെറ്റ് ചെയ്ത് തുടങ്ങുവാണ്. ബ്ലാക്ക് സോയിൽ കഴുകി വൃത്തിയാക്കിയിട്ട് നമ്മളതൊരു ചാറ്റ് ജി പി ടി നമുക്ക് ഡിസൈനും തന്നല്ലോ, പിന്നെ നമ്മുടെ കുറച്ച് ഐഡിയാസ് എല്ലാം വെച്ചിട്ടാണ് സെറ്റ് ചെയ്യുന്നത്. ഇതെങ്ങനെയായി തീരുമെന്നൊന്നും ഒരു ഐഡിയ ഒന്നുമില്ല, എന്നാലും അങ്ങ് ചെയ്ത് വിടുക കേട്ടോ. ലാസ്റ്റ് എന്തെങ്കിലും കുഴപ്പങ്ങളൊക്കെ ഉണ്ടെങ്കിൽ മാറ്റാം എന്നുള്ള രീതിക്ക്. അപ്പം എല്ലാവരും ഉണ്ട് കേട്ടോ, ഒരാൾ മാറുമ്പോൾ അടുത്ത ആൾ ചെയ്യാനുണ്ട്. എല്ലാവർക്കും ഭയങ്കര ഇഷ്ടം ഇങ്ങനത്തെ ഒക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരാൾ മാറുമ്പോൾ അടുത്ത ആളുണ്ട്, ഓരോരുത്തരും ഓരോ പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ആ ബ്ലാക്ക് സോയിൽ ഇട്ടിട്ട് അതൊക്കെ ഒന്ന് നീറ്റായിട്ട് സെറ്റ് ചെയ്ത് എടുക്കുവാണ്. പിന്നെ കുറച്ച് ഹൈഡ്രില്ല പ്ലാന്റൊക്കെ ഉണ്ട്, അത് നന്ദു എവിടെ നിന്ന് ഒപ്പിച്ചുകൊണ്ട് വന്നതാണ്, അതും ഇരിപ്പുണ്ട്. ഇതെല്ലാം സെറ്റ് ചെയ്യണം. ആകെ 2 ഫീറ്റിൻ്റെ ഒരു അക്വേറിയം നമുക്കുള്ളത്. അപ്പോൾ നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേരെല്ലാം വന്നിട്ടുണ്ട്. നമ്മളവിടെ ചെയ്യുന്ന കണ്ടിട്ട് പിള്ളേർ ഓടി വന്നതാണ്. ഇതിപ്പം നമ്മളവിടെ നിൽക്കുന്ന ഒരു കോറിഡോർ പോലെയുണ്ട്, അവിടുന്ന് പുറത്തേക്കുള്ളൊരു വ്യൂ ആണ്. ഗ്രൗണ്ടൊക്കെ നല്ല രസമുണ്ടായിരുന്നു, അത് ചുമ്മാ എടുത്താണ്. അപ്പോൾ ഇതാണ് ചാറ്റ് ജി പി ടി നമുക്ക് തന്ന ഐഡിയ. അവനവിടെ ശ്രീറാം അവിടെ വന്നിട്ട് അതങ്ങ് പുച്ഛിച്ച് വിടുക കേട്ടോ, ഇതൊക്കെ നിങ്ങളെക്കൊണ്ട് പറ്റുമോ എന്നുള്ള രീതിക്ക്. ഇത് നമ്മുടെ ജൂനിയേഴ്സ് പിള്ളേർ, അവരവിടെ റീൽസ് എടുക്കുക, സെൽഫി പരിപാടികളിലൊക്കെയാണ്. അപ്പം നമുക്ക് സോയിൽ കുറച്ച് മേടിച്ചായിരുന്നു, അത് പോരാ, കുറച്ചുകൂടെ കളർ കൂട്ടാൻ വേണ്ടി ഷമീം പിന്നെയും പോയി അടുത്ത സെറ്റ് മണലൊക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ അനസൂയ അത് വൃത്തിയാക്കുവാണ്, നന്നായിട്ട് കഴുകി വൃത്തിയാക്കുക. അശ്വതി ഇപ്പോഴും പരിപാടിയിലാണ്. അപ്പോൾ നമ്മൾ ഏകദേശം